അച്ഛൻ്റെ ഒരു പതിവ് അങ്ങനെ തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും അദ്ദേഹം ഈ ചുറ്റുവിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ദിവസമാണെങ്കിലും അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസമാണെങ്കിലും തുടങ്ങിയത്. തീർച്ചയായിട്ടും അങ്ങനെ തുടങ്ങാൻ എൻ്റെ ഇലക്ഷൻ്റെ ആദ്യത്തെ ഇലക്ഷൻ സമയത്തും അതേപോലെ ചുറ്റുവിളക്ക് കത്തിച്ചാണ് അന്നും തുടങ്ങിയത്. ഇന്നും അതേപോലെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥന പുതുപ്പള്ളി ജയിക്കണം എന്ന് മാത്രമാണോ? അല്ല, ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹമാണ്. അതിന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അത് ഉണ്ടാവണം. ആ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ച് പുതുപ്പള്ളിയും പ്രാധാന്യമുള്ളതാണ്. ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഈ നാടിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ജീവൻ മാറ്റിവെച്ച ഒരാളെ ഈ നാട് അതേപോലെ തന്നെ സ്നേഹിച്ചു. അത് നമ്മുടെ മരണത്തിൽ കണ്ടതാണ്. ഇന്നും കേരളത്തിലെ ജനങ്ങൾ അത് കാണിക്കും, അത് ലോകം കാണും. അപ്പോൾ അതാണ് ചാണ്ടി പറയുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ്, ആ പ്രാർത്ഥനയോടുകൂടിയാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്കായി എത്തിയിരിക്കുന്നത്.